ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ കുറേ മുന്നേ ഇടേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പല കാരണങ്ങൾ കാരണം ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് മുന്നുള്ള 2 വീഡിയോ നമ്മൾ ഓൾറെഡി ഒരു മാസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തുളസിച്ചൂർ പോയിട്ടുള്ള 3ാമത്തെ ദിവസത്തിൻ്റെ, അതായത് ഈദ് ഡേയുടെ അന്നത്തെ വീഡിയോ ആണ്. ലേറ്റായിട്ട് നമ്മൾ എണ്ണീറ്റത്. നമുക്ക് അന്ന് 9 മണിക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം രാവിലെ ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റെഡി ആയിട്ട് ചുമ്മാ നടന്നു പോകണമായിരുന്നു. ഒന്ന് സമാധാനമായിട്ട് നടക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നാസിലിൻ്റെ കസിൻസും കൂടെ നമ്മൾ ഇറങ്ങി പരിപാടി കാണാനായിട്ട് അങ്ങോട്ട് നടന്നേ. പോകുന്ന വഴിയൊക്കെ എന്ത് ഭംഗിയെന്നറിയോ കാണാൻ. ഐലൻഡ് ആയതുകൊണ്ട് ലോക്കൽ ഏരിയയല്ലേ, ഇപ്പം നമ്മുടെ നാട്ടും പുറത്തൊക്കെ ചെല്ലുന്ന പോലത്തെ ഭയങ്കര കാമാണ്, ഭയങ്കര നേച്ചർ, നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മൾ കുറേ നേരം നടന്ന് അവിടുന്ന് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. അവിടെ ചെന്ന് നമ്മൾ പരിപാടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് ടെർമിനലിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കണം. അപ്പോൾ പോയ വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഞാൻ കണ്ട്. ഇതുണ്ടല്ലോ, ക്യാരറ്റും മാങ്ങയും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ചേർത്തിട്ട് അതിൽ ഫിഷ് പേസ്റ്റും ഒക്കെ ചേർത്തിട്ട് വെച്ചേക്കുന്ന ഒരു സംഭവം. ഇത് പിന്നെ ഇവിടുത്തെ ഒരു ചില്ലി പേസ്റ്റാണ്. ഇത് ഇവർ മിക്കാറുള്ള ഫുഡിൽ ആ ചില്ലി പേസ്റ്റ് അവർ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ നടന്നതാ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ കുറച്ച് കേക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ച് അവിടുന്ന് കുറച്ച് ഷെൽസും കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടി കാണാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പം തന്നെ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പരിപാടി തുടങ്ങാൻ കുറച്ച് ലേറ്റായി. നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരികയും ചെയ്തു. അപ്പം നമ്മൾ അവിടെ ചെന്നു, പരിപാടി നടക്കുന്നിടത്ത് ചെന്നേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കൂടെ അവർക്ക് വീട്ടുകാരെല്ലാവരും ചേർന്നാണ് ഓരോ ബോട്ട് ഉണ്ടാക്കും. ബോട്ടിൻ്റെ പോലത്തെ പല സൈസിൽ പല ഷേപ്പിലുള്ള ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് പോകും. നല്ല രസമാണ് അത് കാണാനായിട്ട്. ഇതിൻ്റെ പാർട്ടായിട്ട് ഇവിടെ എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ കുറേയധികം പിള്ളേർ നല്ല കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ പോകുന്ന. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കണ്ടിട്ട് ഇവരെ നമ്മൾ വീട്ടിൽ വിട്ട് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാനായിട്ട് പോകുമായിരുന്നു. നമ്മൾ ഓൾറെഡി ഭയങ്കര തിരക്കിലായിപ്പോയി. കാരണം ലേറ്റായി, ഇത് തുടങ്ങാനും ലേറ്റായി, നമ്മളും ലേറ്റായി. അവർ വരികയും ചെയ്തു. അവർ നമ്മൾ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നാലേ വീട്ടിലോട്ട് വരാനും അറിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കണ്ട് അവരെ വിളിക്കാനായിട്ട് പെട്ടെന്ന് പോയി. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ വന്ന് നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും വന്ന് എല്ലാവരെയും കണ്ട് 2 ദിവസം മുന്നേ ഞാൻ നാസിലിൻ്റെ കൂടെ ഐലൻഡിൽ പോന്നിട്ടുണ്ടായിരുന്നു. ഇവർ ഇന്നാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ഐലൻഡ് നല്ല ലോക്കലായിട്ടുള്ള ഏരിയയിൽ കൂടെ കുറച്ചധികം നടന്നു. ഇതുപോലെ നിറയെ കാട് പോലൊക്കെയുള്ള സ്ഥലത്തൂടൊക്കെ. ഇവിടെ മറ്റേ സ്ക്രൂ പൈനില്ലേ, അവിടെ അത് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ച് അതിനെപ്പറ്റിയൊക്കെ നാസിൽ നമ്മളോടൊക്കെ പറഞ്ഞത് അവർ കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, ഇവിടെ നിറയെ ബദാം നിൽപ്പുണ്ട്, അതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഐലൻഡിനെ പറ്റി സംസാരിച്ചും. പിന്നെ ആദ്യമായിട്ട് ഈ ഐലൻഡിൽ വരുന്നതിൻ്റെ ഉള്ള ഒരു സന്തോഷം ചിലർക്കൊക്കെ. അങ്ങനെ നമ്മൾ മാലയിൽ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കാമായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും ഇതുപോലെ ഐലൻഡുകളിൽ ചെല്ലുമ്പോഴേ. അപ്പോൾ അതിനെയൊക്കെ പറ്റി നമ്മളിങ്ങനെ സംസാരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞും വന്ന വഴി ട്രാവലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നാസിലിൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടെ വന്ന് നമുക്ക് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. വന്ന വഴിക്ക് ചാമ്പയ്ക്ക് കണ്ടിട്ട് എല്ലാവരും സർപ്രൈസ് ആയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനെപ്പറ്റി കുറേയൊക്കെ സംസാരിച്ചിട്ട് എന്നിട്ട് നമ്മളെല്ലാവരും റൂമിൽ പോയി ചേഞ്ച് ചെയ്ത് ബീച്ചിൽ പോകാനെല്ലാം റെഡിയാക്കി. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബഗ്ഗി വന്നു. ഇതിലാണ് നമ്മൾ കുറച്ച് ഐലൻഡിനകത്തൊക്കെ ട്രാവൽ ചെയ്യുന്നത്, ഈ ബഗ്ഗിയിൽ. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോയി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട്. നമ്മൾ ആദ്യം ഈ ബീച്ചിൽ വന്നിട്ട് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഈദിന് നമ്മുടെ നാട്ടിൽ ഹോളി ആഘോഷിക്കത്തില്ലേ, അതുപോലെ കളേഴ്സ് വെച്ചിട്ട് ഇവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം
ഫുഡ് കഴിക്കുക, എന്നിട്ട് നമ്മൾ കളേഴ്സ് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്ലാൻ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇവർ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് സ്പെഗറ്റി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യമേ ഭയങ്കര ജെൻറ്റിലായിട്ട് തുടങ്ങി, പിന്നെ അങ്ങോട്ട് അലമ്പും ബഹളവും, എല്ലാവരും കളർ വാരി എറിയുന്നു, ഭയങ്കര രസമായിരുന്നു. നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന വഴിക്ക് ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഒരാളുടെ ചെരുപ്പ് ഇങ്ങനെ കയറി കാലിൻ്റെ മേളിൽ വരെ പോയി. പിന്നെ കുറേ സമയം എടുത്തിട്ടായി നമുക്ക് തിരിച്ച് ചെരുപ്പ് ഊരി എടുക്കാൻ പറ്റിയത്. കുറേ നേരം അവനെ അല്ലാതെ വലിച്ചു നോക്കി, പിന്നെ വെള്ളത്തിൽ കൊണ്ടിട്ട് നോക്കി, എന്നിട്ടൊന്നും ഊരി വരുന്നില്ലായിരുന്നു. പിന്നെ അവസാനം അതെങ്ങനെ ഊരി എടുത്തിട്ട് പിന്നെ നമ്മളെല്ലാവരും വെള്ളത്തിലിറങ്ങാനായിട്ട് പോയി. എല്ലാവരും പോയി. നമ്മൾ കുറേ അധികം സമയം എന്ന് പറഞ്ഞാൽ കുറേ സമയം വെള്ളത്തിൽ കിടന്നു. കുറേ നേരം നമ്മൾ ഇവിടെ കിടന്ന് എൻജോയ് ചെയ്തിട്ട് അടുത്ത ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പിക്കപ്പ് വിളിച്ച്, ഈ പിക്കപ്പിൻ്റെ ബാക്കിൽ ഇതുപോലെ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ടാണ് ക്രിസ. അങ്ങനെ നമ്മൾ അടുത്തടുത്തെത്തി. നമ്മൾ നേരത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ സൺറൈസ് കാണാൻ പോയില്ലേ, ആ ഒരു ഭാഗമാണ്. ഇവിടെയൊക്കെ കളേഴ്സ് വെച്ച് ആഘോഷിക്കുന്നുണ്ട്. നിറയെ കളേഴ്സ് കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുറേ അധികം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളോർത്ത് നമ്മൾ മാത്രമായിരിക്കും നട്ടുച്ചയ്ക്ക് അവിടെ ഇറങ്ങി കിടക്കുന്നതെന്ന്. പക്ഷേ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആ ഐലൻഡിലുള്ള മൊത്തം ആൾക്കാരും ഈ നട്ടുച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങി കിടപ്പുണ്ട്. അങ്ങനെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവരെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനെ ഇവിടെ എല്ലാം കൊണ്ട് കാണിച്ച് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെ തിരിഞ്ഞാലും ഇപ്പം കളേഴ്സ് ആയിരുന്നു. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളർ കാണുമ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ സമയം ഇവിടെ പോയി. എന്നിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചധികം പരിപാടികൾ കാണാനുണ്ടായിരുന്നു. ഇവിടുത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി തിരിച്ച്. നല്ല വിശപ്പുണ്ടായിരുന്നു, ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കാണുന്ന സാധനമില്ലേ, ഇതിനെ മസ്ബോണ്ടി എന്നാണ് പറയുന്നത്. മീൻ വെച്ചിട്ട് ടൂണ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം. എന്തൊക്കെയോ അതിൽ ചേർക്കും, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ ഈ രീതിക്കും ഉണ്ടാക്കും, ഈ കാണുന്ന ഒരു രീതിക്കും ഉണ്ടാക്കും. നമ്മൾ ഇലയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ല, അട ഉണ്ടാക്കത്തില്ല, അതുപോലെ ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കാരണം എനിക്ക് ടൂണ കഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ടേസ്റ്റ് ഞാൻ എന്താണെന്നറിയാൻ വേണ്ടി ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. നാസിലിൻ്റെ അമ്മ നമുക്ക് വേണ്ടി ഫുഡ് നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് എന്നിട്ട് ഓരോരുത്തരായിട്ട് കുളിച്ച് റെഡി ആയിട്ട് കുറച്ച് പരിപാടിയുണ്ട് കാണാൻ, ഞാൻ പറഞ്ഞില്ലേ, ആ പരിപാടി കാണാനായിട്ട് ഇറങ്ങി. ഇതെൻ്റെ പുതിയ ഡ്രസ്സ് എൻ്റെ അനിയത്തിമാർ എനിക്ക് ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചു തന്നു. അന്ന് പുതിയതായിരുന്നു, ഇപ്പോൾ കുറേ പ്രാവശ്യം ഇട്ടു. പിന്നെ ഞങ്ങളിങ്ങനെ ഈ പൂവൊക്കെ ഇങ്ങനെ കണ്ട് കുറച്ച് സമയം അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴാണ് നമ്മളെ കൂട്ടത്തിലുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞ ആൾ അനിമേ പ്രിൻ്റുള്ള ഡ്രസ്സ് ഇട്ടിരുന്നത്. അപ്പോൾ ആ സൈഡിൽ പോകുന്ന ചെറുക്കന്മാരില്ലേ, അവന്മാർ വന്നിട്ട് പറയാം ഇത് അടിപൊളിയാന്നൊക്കെ പറഞ്ഞ്, ആ ക്യാരക്ടർ നല്ലതാണ്, അനിമേ നല്ലതാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പരിപാടി നടത്തുന്ന ആൾക്കാർ വന്നു. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്തു അവരുടെ പരിപാടി തുടങ്ങാനായിട്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പരിപാടികളാണ് മാൽഡീവ്സിൻ്റെ, എല്ലാ ഇതിനും ഉള്ളതാണ്. ഇവരുടെ ഈ ട്രഡീഷണൽ പരിപാടികൾ കാണാൻ നല്ല രസമാണ്. ഇവർ തന്നെ ഡാൻസ് കളിക്കും, കുറച്ച് ആൾക്കാർ പാടാനുണ്ട്, കുറച്ച് പേര് ഡ്രംസിനും ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ കാണുന്ന കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ഈദിൻ്റെ ടൈമിൽ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ള ഡാൻസ് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ആണ് അടുത്ത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ വിചാരിച്ച് നമ്മളൊരു സൈഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. ബീച്ചിൻ്റെ അടുത്തോട്ട് നമ്മൾ കുറച്ച് മുന്നേ പോയെടുത്ത് തന്നെ.
അതിനിടയ്ക്ക് നാസിലിൻ്റെ വണ്ടിയുടെ കീ എനിക്ക് തരാൻ വരുവാണ്. തന്നിട്ട് ഞാൻ കുറച്ച് ദൂരെ പോകുമ്പം ഇത് കീ ഡിറ്റക്റ്റ് ചെയ്താൽ വണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ സ്റ്റാർട്ടാവും. അങ്ങനെയാണ് ആ സ്കൂട്ടർ. അതുകൊണ്ട് ആ കീ എൻ്റെ തന്നിട്ട് അങ്ങ് ദൂരെ അത് സ്റ്റാർട്ടാവുന്നുണ്ടോ അവൾ അടുത്ത് ചെല്ലുമ്പോൾ എന്നറിയാൻ വേണ്ടി എൻ്റെ കീ തന്നതാണ്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് എടുത്ത് ചെന്നിട്ട് നമ്മൾ കുറേയധികം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നോക്കിയപ്പോൾ നല്ല അടിപൊളി സൺസെറ്റ് ആയിരുന്നു. പക്ഷെ നമുക്ക് ആ സൈഡിലോട്ട് പോകാൻ അന്നേരം സമയമില്ലായിരുന്നു. ഇന്ന് ഈ ദിവസം വൈകിട്ട് നമ്മൾ തിരിച്ച് മാലയിലോട്ട് പോവാം. അപ്പം കുറച്ചധികം സമയം നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ്. അതുകൊണ്ടാണ് ഇത് ലേറ്റ് ആയെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് പോലും തോന്നിയത്. പിന്നെ എപ്പോഴെങ്കിലും കാണാമല്ലോ. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും എൻ്റെ ക്യാമറ കാണുമ്പോൾ അന്നേരം വന്നിട്ട് ഇവളിത് പറയും. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഭയങ്കര റൂമിലോട്ട് പോയി എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ട് നാസിലിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ചെടി എടുക്കണമായിരുന്നേ. അപ്പം നമുക്ക് ചെടിയൊക്കെ എടുത്തിട്ട് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമേ പോയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് ചെടി പറിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് 1-2 തണ്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ആ ആൻറ്റിയാണെങ്കിൽ കുറേ അധികം ചെടി തന്നു. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നട്ടെല്ലാം ഇപ്പം നല്ലപോലെ കിളിച്ചിട്ടുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പൂവുണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ എടുത്ത് പെട്ടെന്നായിരുന്നു. അപ്പോഴത്തേക്ക് ലേറ്റായി. 7:30 നമ്മുടെ ഫെറി തിരിച്ചുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായി ടെർമിനലിലോട്ട് പോയി. അങ്ങനെ നമ്മുടെ കുറേ ദിവസത്തെ വെക്കേഷന് ശേഷം നമ്മൾ തിരിച്ച് മാലയിലോട്ടും നാളെ തൊട്ട് ജോലിക്കും ഒക്കെ പോവുകയാണെ. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ 2-3 ദിവസം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവർ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ വൈകുന്നേരം വരെ എല്ലാവരുമായിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. പെട്ടെന്ന് തിരിച്ചു പോകുകയാണല്ലോ, കുറേയധികം സമയം കിട്ടിയില്ലല്ലോ, അങ്ങനെയൊക്കെ. ഞാനും നാസിലിനും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കുറഞ്ഞതായി. അതിനിടയ്ക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മളെപ്പോഴും പോകുമ്പോൾ തൊട്ടപ്പുറത്തെ ഐലൻഡിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 1 ഡേ ട്രിപ്പായിട്ടെങ്കിലും ഞാനും അവളും കൂടെ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇങ്ങനെയെങ്കിലും അത് സാധിച്ചല്ലോ. ആദ്യത്തെ ഒരു ഫുൾ ഡേ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു കറങ്ങാൻ. പിന്നാണല്ലോ നെക്സ്റ്റ് ഡേ എല്ലാവരും വന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. എല്ലാവരുമായിട്ടും കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞ് നല്ല സന്തോഷമായിട്ട് തിരിച്ച് മാലയിൽ വന്നു. ഞങ്ങൾ 4 പേര് മാലയിലാണ് താമസിക്കുന്നത്. നാസിലിൻ്റെ ഹസ്ബൻഡും അവരെല്ലാവരും, നാസിലിൻ്റെ ഫാമിലിയല്ല, ഉളുമാലയില്ല. അപ്പോൾ അവരുടെ സൈക്കിൾ എടുക്കാനായിട്ട് അവരവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എവിടെ ആയിരുന്നു എന്നുള്ളത്. നമുക്ക് ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി വീട്ടിൽ ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടന്ന് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. വേറെ ഇനി ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ ഇനി കാണാം.